സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായി ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി.കെ. രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മൾ ഇനി അടുത്തൊരു ലോകസഭ സമ്മേളനം നടക്കുകയാണെങ്കിൽ അവിടെ പരമപ്രധാനമായ ഒന്നിലധികം ബില്ലുകൾ പാസ്സാകാൻ സാധ്യതയുണ്ടാകും. അതിന് ഉള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അങ്ങനെയെങ്കിൽ ഈ വിദേശ നാണയം, അതായത് FCRA ബില്ല് ഉൾപ്പെടെ പാസ്സാകാൻ സാധ്യതയുണ്ടോ? സാറിന് എന്ത് തോന്നുന്നു? ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാലേ, നിങ്ങൾ വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വേണമെങ്കിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചോ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിന്റെ പുറകിൽ നിൽക്കുന്ന ബുദ്ധിരാക്ഷസനുണ്ടല്ലോ, അമിത്ഷായോട് കയറി പിടിക്കാൻ പോകുന്നത് ഇച്ചിരി അപകടകരമാണ്. അതാണ് ഇതിന്റെ കൃത്യമായ ഒരു ഉത്തരവെന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹത്തിന് ചെറിയ മുറിവേറ്റു. ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് അമിത്ഷാ മടങ്ങിയത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്, 2 ബില്ലുകളാണ് അതിനകത്ത് വന്നത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം അയ്യപ്പദാസിന് ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് വന്ന നിർണായകമായ 2-3 ബില്ലുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മണ്ഡല പുനർനിർണയം. അതായത് ഇപ്പൊ നിലവിലുള്ള പാർലമെന്റിന്റെ 543 സീറ്റ് എന്നുള്ളത് 830 ജനസംഖ്യ ആനുപാതികമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. മണ്ഡലങ്ങൾ ഒരു 10 ലക്ഷം ജനസംഖ്യക്ക് ഒരു മണ്ഡലം എന്നുള്ള ഒരു പാർലമെന്റ് മണ്ഡലം എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്ന സമയത്ത് എണ്ണം കൂടും, പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കൂടും. കേരളത്തിൽ തന്നെ 20 എന്നുള്ള 30 ആകും, തമിഴ്നാട്ടിൽ നിന്ന് 39, പിന്നെ 40 എന്നുള്ള 39 എന്നുള്ള 50, അങ്ങനെ എല്ലാ ആനുപാതികമായിട്ട് കൂടും. UP 80, 120 ആകും. അങ്ങനെ വലിയൊരു മാറ്റമായിരുന്നു. അങ്ങനെ മാറി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ വനിതകൾക്ക് അതിനകത്ത് 33% സംവരണം ഏർപ്പെടുത്തുക. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു വന്നിരുന്നത്. പക്ഷേ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു നിന്ന്, പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു, ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിന്ന് ആ ബില്ലിനെ എതിർത്ത് തോപ്പിച്ചു കളഞ്ഞു, പരാജയപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ആ ബില്ല് പരാജയപ്പെട്ടു പോയി. അവര് പറഞ്ഞില്ലേ, വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് അമിത്ഷാ എന്ന് പറയുന്നത്. അദ്ദേഹം അത് കാത്തുവെച്ചിരുന്നു, മനസ്സിൽ കുറിച്ചിട്ടിരുന്നെന്നാണ് തോന്നുന്നത്. അതിനുശേഷം നമ്മളിപ്പോ കാണുന്നത് നിരന്തരം 4 വശത്തും കൃത്യമായ രീതിയിലുള്ള വെടിവെപ്പ് നടക്കുന്ന ഒരു യുദ്ധമുന്നണി നിൽക്കുന്ന പോലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിന്റെ നേരെ, അതിനകത്തുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെ നേരെ എല്ലാം അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കക്ഷികളെ കഴിയുന്നെങ്കിൽ അതിനെ പല കഷ്ണമാക്കി മാറ്റുക, തുണ്ടുകളാക്കി മാറ്റുക. അങ്ങനെ ചാടി വരുന്ന ആളുകളെ BJPയിലേക്ക് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ എന്താണ് നമ്മള് എതിരാളി രാഷ്ട്രീയക്കാരതിനെ കുതിര കച്ചവടം മറ്റേ അങ്ങനെ ഇങ്ങനൊക്കെ വല്ലൊക്കെ ഭീഷണിപ്പെടുത്തലെന്നൊക്കെ വിശേഷിപ്പിക്കാം. പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ അവസരം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയേ ഉള്ളൂ. അതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരും മോശമല്ല. അമിത്ഷായെയോ BJP ആരും കുറ്റപ്പെടുത്തേണ്ടതായ എല്ലാവരും ചെയ്യും. എല്ലാവരും ഇത്തരം രാഷ്ട്രീയങ്ങളെ, പണത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയം, റിസോർട്ട് രാഷ്ട്രീയം എല്ലാം ചെയ്യും. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യമായിരുന്നു. അപ്പൊ ഇതിനോടൊപ്പം തന്നെയാണ് മുമ്പേ അയ്യപ്പദാസ് സൂചിച്ച FCRA നിയമ ബില്ലും ഇതിനകത്തിലുണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്ന പോലെ വിദേശ ഫണ്ട് സ്വീകരിക്കുക. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ട്. ന്യൂനപക്ഷ മത സമുദായങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കും. ന്യൂനപക്ഷം മാത്രമല്ല, എല്ലാവർക്കും സ്വീകരിക്കാം. വിദേശത്ത് നിന്ന് നമുക്ക് ആരെങ്കിലും പണം തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫണ്ട് നമുക്ക് സ്വീകരിക്കുമ്പോൾ ഇപ്പോഴതിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചാനലൈസ് ചെയ്തിട്ടുണ്ട്. മറ്റ് പണ്ടായിരുന്നു അങ്ങനെയൊന്നും ആയിരുന്നില്ല. പല അക്കൗണ്ടിൽ കൂടെ ഈ തുക വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ബാങ്കുകളുടെ അക്കൗണ്ടിൽ കൂടോ അല്ലെങ്കിൽ മറ്റേ രീതിയിലൊക്കെയാണ് പണം വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴേ SBIയുടെ ഡൽഹി ശാഖയിൽ കൂടെ മാത്രമേ അത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കാവൂ എന്നുള്ള ഒരു കർശനമായ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഫണ്ടുകൾ കുറഞ്ഞു. നമ്മൾ പറയുന്നത് പോലെ ഈ ഫണ്ട് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന ഒത്തിരി പ്രസ്ഥാനങ്ങൾ കുറഞ്ഞിരുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. പല ആവശ്യങ്ങൾക്കായിട്ട് ഈവൻ പറഞ്ഞതുപോലെ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി വരെ ഈ പണം ഉപയോഗിച്ചിരുന്നു. അതിൽ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ, ഒരാഴ്ചക്ക് മുമ്പ് പിടിച്ചേക്കുന്ന കണ്ടില്ലേ, ആ പറയുന്ന 5 വിദേശ പാതിരിമാരിൽ അതിന് മലയാളികളുണ്ട്. 1-2 പേരുകൾ കണ്ടു കഴിഞ്ഞാൽ മലയാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള പേരുകളാണ് ഇവരുടെ എല്ലാം. കോടിക്കണക്കിന് രൂപ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് മതപരിവർത്തനത്തിന്. ഛത്തീസ്ഗഡ്, ആസാം, അങ്ങനെ തമിഴ്നാട്, ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനത്ത് മതപരിവർത്തനത്തിനാണ് കോടിക്കണക്കിന് $US കൊണ്ടുവന്നിരിക്കുകയാണ്. അത് അവസാനം ഇപ്പൊ അതെന്താ UAP ആണ് കേസ് ചുമത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു വ്യവസ്ഥ വേണം എന്നുള്ള ഒരു തീരുമാനം വന്നു. അങ്ങനെ വിദേശ ഫണ്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ FCRA നിങ്ങൾ
അതിന് ചില കണ്ടീഷൻസ് വെച്ചു. NGO-കൾക്ക് സ്വീകരിക്കാം, NGO-കൾക്ക് ഫണ്ട് സ്വീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ സ്വീകരിക്കുന്ന പണം എന്തിനു ഉപയോഗിച്ചു, എത്ര തുക സ്വീകരിച്ചു, ആ പണം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ എല്ലാ വാർഷിക സ്റ്റേറ്റ്മെന്റ്, ഒരു കണക്ക് കൊടുക്കണം. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപാട് ന്യൂനപക്ഷ സ്ഥാപനങ്ങള് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ കണക്ക് കൊടുക്കത്തില്ല, കണക്ക് കൃത്യമായിട്ട് കൊടുക്കത്തില്ല. അതുപോലെ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര ശതമാനം നിങ്ങൾക്ക് ഓഫീസ് എക്സ്പെൻസ് മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം, ബാക്കി എന്ത് പർപ്പസിനാണോ അത് കൊണ്ടുവന്നിരിക്കുന്നത് ആ പർപ്പസിന് വേണം ഉപയോഗിക്കാൻ. ഇപ്പൊ ഒരു പള്ളി പണിയാനാണ്, അല്ലെ ഒരു സ്കൂൾ പണിയാനാണ്, അല്ലെങ്കിൽ ഒരു ആശുപത്രി പണിയാനാണ്, അല്ല ഏത് പർപ്പസ്, അതിന്റെ ഒരു ആവശ്യം ഉണ്ടാകുമല്ലോ. ഇപ്പൊ നിങ്ങൾ 100 രൂപയാണ് വിദേശത്തുനിന്ന് സ്വീകരിക്കുന്നതിരിക്കട്ടെ, $100 സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ 100 രൂപയെന്ന് തന്നെ നമുക്ക് പറയാം, ആണെങ്കിൽ അതിൽ 20% നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് 100-ൽ 20 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഓഫീസ് സമുച്ചയം ഉണ്ടാക്കണം, നിങ്ങൾക്ക് സ്റ്റാഫ് വേണം, നിങ്ങൾക്ക് വാഹനം വേണം, ടെലിഫോൺ, മറ്റു കാര്യം ഒരുപാട് എക്സ്പെൻസ് വരുമല്ലോ. അതിന് 100-ൽ 20 അതിന് ഉപയോഗിക്കാവൂ. ബാക്കി 80 രൂപയും നിങ്ങൾ ഏത് ആവശ്യത്തിലേക്കാണോ ഫണ്ട് സ്വീകരിച്ച് അതിന് വേണം കൊടുക്കാൻ. ഇവിടെ ഇപ്പൊ പരിശോധിച്ച് കഴിഞ്ഞപ്പോ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 100 രൂപ വന്നു കഴിഞ്ഞാല് 80 രൂപയും വേറെ എന്തൊക്കെയോ ആവശ്യത്തിനായിട്ടാണ് പോയിരിക്കുന്നത്. അതിന് കണക്കോ വ്യവസ്ഥയോ ഒന്നുമില്ല. ഈ തുച്ഛമായ തുക 5-10% ഈ പറയുന്ന പർപ്പസിലേക്ക് വന്നിരിക്കുന്നത്. അത് പറഞ്ഞ് ഗവൺമെന്റ് അത് അനുവദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്ന് ഇപ്പൊ എന്താ NGO-കളോടുള്ള പറഞ്ഞ രജിസ്ട്രേഷൻ പുതുക്കുന്നില്ല. പല NGO-കളും അത് കൃത്യ ഡേറ്റ് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ പുതുക്കാതെ വന്നു. അപ്പൊ അങ്ങനെ 2-3 തവണ പലതവണ വാണിംഗ് കൊടുത്തു, നിങ്ങളിത് പുതുക്കണം, സമയത്തിനകം പുതുക്കണം എന്ന് പറഞ്ഞ് ആരും തയ്യാറാകുന്നില്ല. തയ്യാറാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പുതിയ ബില്ല് വരികയാണ്. ആ പുതിയ നിയമപ്രകാരം, വരാൻ പോകുന്ന ബില്ല് പ്രകാരം ഇങ്ങനെ രജിസ്ട്രേഷൻ കാലാകാലങ്ങളിൽ പുതുക്കാത്ത NGO-കൾ ആരെല്ലാമാണോ അവരെല്ലാം എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് പിരിച്ചത്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിശ്ചയിക്കുന്ന ഒരു ജുഡീഷ്യൽ ബോഡിയുടെ കസ്റ്റഡിയിലേക്ക് പോകും. അതായത് ഇതുകൊണ്ട് ഇത് ഇപ്പൊ ഒരു ആശുപത്രി പണിഞ്ഞെന്നിരിക്കട്ടെ, കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ആശുപത്രി അവിടെ കസ്റ്റഡി, കേന്ദ്ര ഗവൺമെന്റ് കസ്റ്റഡിയിൽ പോകും. അല്ലെ വിദ്യാലയമാണ് പണിഞ്ഞതെങ്കിൽ അത് പോകും. കാരണം വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച്, ആ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വസ്തു അതെന്താണെങ്കിലും ശരി, വസ്തു വാങ്ങിക്കലോ അല്ലെങ്കിൽ പിന്നെ ആതിരാലയം പണിയലോ, എന്ത് കാര്യം ചെയ്താലും അതൊരു ജുഡീഷ്യൽ ബോഡിയുടെ കയ്യിലേക്ക്, പവറിലേക്ക് പോകും. നിങ്ങൾക്കത് വീണ്ടും നിങ്ങളെ രേഖകൾ സമർപ്പിച്ചാൽ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതാണ് വ്യവസ്ഥ വന്നത്. ഇതിപ്പോ മൈനോറിറ്റി സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇപ്പൊ കേരളത്തിലെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സ്വീകരിക്കുന്ന അമൃതാനന്ദമയി മഠം അടക്കമുള്ള ഹിന്ദു സംഘടനകളുണ്ട്. അതേപോലെ തന്നെ ഗുരുജി, രവിശങ്കർ, ശ്രീ രവിശങ്കർ, അവരൊക്കെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് കണക്ക് കൊടുക്കും. എല്ലാ വർഷവും കൃത്യമായിട്ട് അവരുടെ കണക്കുകൾ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല. കേരളത്തിലെ ചില മൈനോറിറ്റി സ്ഥാപനങ്ങളിലാണ് ഈ ഇഷ്യൂ നിൽക്കുന്നത്. അന്ന് ഓർക്കുന്നില്ലേ, നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഏതാനും ഒരു 10 ദിവസം മുമ്പാണ് ഈ ഇഷ്യൂ വലിയ പ്രശ്നമായി. ഇത് വലിയ ഇഷ്യൂ ആയിട്ട് മാറിയ ശേഷം ഇവിടുന്ന് ചില വൈദികർക്ക് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് UDF-ന്റെ എംപിമാര് ഈ ബില്ല് പാസ്സാക്കിയതിന്റെ തലേ ദിവസം ഒരുവിധം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായിരുന്ന എംപിമാരെല്ലാവരും അടിയന്തരമായിട്ട് ഡൽഹിക്ക് പോയി. ഇന്ത്യ മുന്നണി എംപിമാരും എല്ലാവരും കൂടെ വന്നിട്ട് ഈ ബില്ല് അന്ന് നിയമസഭ പാർലമെന്റിൽ കൊണ്ടുവരാൻ സമ്മതിക്കാതെ വന്നു. അങ്ങനെ ബില്ല് മാറ്റിവെച്ചു. അതേ തുടർന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിൽ വന്നു. വന്നിട്ട് അത് എല്ലാവരോടും ചെന്ന് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു മനഃപൂർവ്വം ചെയ്യാൻ, ആരെയും ഉപദ്രവിക്കാൻ ചെയ്യുന്നതല്ല, നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റിവെച്ച ബില്ല്. അതും ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷെങ്കിൽ അമിത്ഷാ മാർക്ക് ചെയ്ത് വെച്ചത് പുള്ളിയുടെ മനസ്സിൽ തന്നെ വെച്ചിരുന്നതാണ്. ആ ബില്ലും വരുന്നുണ്ട്. ആ ബില്ലും ഈ വരാൻ പോകുന്ന ജൂലൈയിൽ വരുന്ന പാർലമെന്റിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ്, അത് അവരുടെ BJPയുടെ വലിയ പ്രഖ്യാപിത ലക്ഷ്യമാണ്, ഞങ്ങൾ അത് നടപ്പാക്കുന്നുള്ളത്. അതായത് ജാതി, മതം, അതേപോലെ തന്നെ ലിംഗം, ഇതിന്റെ ഒന്നും പേരില് വ്യക്തി നിയമങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ച അനുവദിക്കത്തില്ല. ഇപ്പൊ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെല്ലാം അയ്യപ്പദാസിന് എത്ര അധികാരമുണ്ടോ ആ അധികാരം തന്നെ എനിക്കും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരാളിനോ പ്രത്യേക അധികാരങ്ങളൊന്നും ഇതിന്റെ പേരിൽ കിട്ടത്തില്ല. അതാണ് ഒറ്റ ഒരു രാജ്യം, ഒരു മതം, ഒരു നിയമം, അതാണ് വരുന്നത്. ആ ബില്ലും വരും. അതിനും വലിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങളും എതിർപ്പൊക്കെ നിൽക്കുന്ന ബില്ലാണ്, അതും വരും. അപ്പൊ ഇതെങ്ങനെ പാസ്സാക്കിയെടുക്കും? അതായിരുന്നു BJPയുടെ നേതൃത്വത്തിന് മുമ്പുള്ള വലിയ ചോദ്യം.
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അതാ നേരത്തെ പറഞ്ഞത് അമിത്ഷാ ഇത് ആദ്യത്തെ അദ്ദേഹത്തോട് ചെയ്ത് ഇതിന്റെ പ്രതികാരം അതാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയെ ഏതാണ്ട് ഒരു 4-5 കഷ്ണമായിട്ട് മാറ്റിക്കളയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട 23 പേരിപ്പോ യോജിച്ച് നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രധാനപ്പെട്ട ശക്തികളെല്ലാം നോക്കുക. DMK ആദ്യം തന്നെ തെറിച്ചുപോയി അല്ലെ. 28 MP ലോക്സഭയിലുണ്ട്. അതേപോലെ തന്നെ പിന്നെ രാജ്യസഭയിലും അവർക്കുണ്ട്. അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ 28 പേരിലെ 20 പേരും പോയി, ഇനിയും 2-3 പേര് പോകാൻ കിടക്കുന്നു എന്ന് പറയുന്നു. അതാണ് മൂന്നാമത്തെ വലിയ ശക്തി. ശരത് പവാറിന്റെ NCP പിളർത്തിയിരിക്കുകയാണ്. അതല്ല മഹാരാഷ്ട്രയിലെ ശിവസേനയെ പിളർത്തിയിരിക്കുകയാണ്, അതിനെ പിളർത്തി. പിന്നെ ഏറ്റവും വലിയ പറയാവുന്ന ഒരേ ഒരു കക്ഷി എന്ന് പറയുന്നത് ഇനിയിപ്പോഴ് SP ആണ്, സമാജ്വാദി പാർട്ടിയാണ്. അവർക്കാണ് ഏറ്റവും വലിയ ശക്തി. 35-37 പേരുണ്ട് അവർ. അതും വളരാൻ പോവാണെന്നാണ് പറയുന്നത്. ഇന്നലെ BJPയുടെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കേട്ടില്ലേ, വലിയ താമസമില്ലാതെ അതിനെ ഞങ്ങളുടെ പരിധി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതെ. പിന്നെ ആരാ ഉള്ളത്? ഇനി നമ്മൾ പറയുന്ന 1-2 പേരുള്ള ചെറിയ ചെറിയ കക്ഷികളാണ്. അപ്പൊ അങ്ങനെ വന്ന് മഹാസഖ്യം, ആ മഹാസഖ്യത്തിനെ 5 കഷ്ണമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇവര് ബില്ലിനെ പിന്താങ്ങണമെന്നില്ല. ഇപ്പൊ ഈ പിന്നെ അതുപോലെ രാജ്യസഭയിലും അവർ വേണ്ട കളിയെല്ലാം കളിച്ചു കഴിഞ്ഞു. രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? BJPക്ക് ആവശ്യത്തിനായി. ഇനിയിപ്പോ ഏതാണ്ട് സീറ്റിന്റെ കുറവേ ഉള്ളൂ അല്ലെ. മധ്യപ്രദേശിൽ പോയി, ഏതാണ്ട് ഉറപ്പായി. ജാർഖണ്ഡിൽ പോയി. ജാർഖണ്ഡിൽ എന്ത് അട്ടിമറിയാണ് നടന്നത്? എന്തോരം അട്ടിമറിയാണ് നടന്നത്? അതെ, അത് കോൺഗ്രസിന് ഏറ്റവും വലിയ അപമാനം. അതെ അതെ, അതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം 3-2 ഭൂരിപക്ഷത്തിന് ഏതാണ്ട് 14-15 സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇപ്പോഴും. 3-2 ഭൂരിപക്ഷത്തിന് രാജ്യസഭയിൽ. ലോക്സഭയിൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ മതി. അപ്പൊ ഒരു പക്ഷേ സാറ് ഇതിലിപ്പോ ഏതാണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഏകീകൃത സിവിൽ കോഡ്, പിന്നീട് ഈ മണ്ഡല പുനർനിർണയം, അതുപോലെ തന്നെ സ്ത്രീകളെ വനിതാ സംവരണം, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം. പിന്നെ സാറ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, തോന്നുന്നത് ഈ പറയുന്ന പോലെ 4 ബില്ലുകളും ചിലപ്പോൾ പാസ്സാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ചിലപ്പോൾ DMK വിട്ടു നിൽക്കാം, അല്ലെങ്കിൽ അല്ല സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് DMK വിട്ടു നിൽക്കാനാണ് സാധ്യത. DMK അങ്ങനെ ഒരു നാടകം കളിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. DMKയും തൃണമൂലും മാറി നിൽക്കാം. ഇപ്പൊ അവരെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ DMK തൃണമൂലിൽ വേണമെങ്കിൽ മാറി നിൽക്കാം. ഇപ്പൊ ഡിസ്ക്വാളിഫിക്കേഷൻ വരത്തില്ല. അവർ NCP എന്ന് പറഞ്ഞ പുതിയ പാർട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. അംഗീകാരം സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ചെയ്യാം. ഇനി അഥവാ അവർ മാറി നിന്ന് കൊടുത്താൽ മതി. മാറി നിന്ന് കൊടുത്ത് സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ എണ്ണം എടുത്താൽ തീർച്ചയായിട്ടും 3-2 ഭൂരിപക്ഷം അവർക്ക് കിട്ടും. 3-2 തന്നെ അത് പാസ്സാകും. അതിനുള്ള എല്ലാ കരുക്കളും ഇപ്പൊ പറഞ്ഞില്ലേ, ഈ മക്ഷവണിപ്പട ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ അമിത്ഷാ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാർലമെന്റ് സമ്മേളനത്തില് അന്ന് കഴിഞ്ഞ തവണ ഉണ്ടായ പരാജയത്തിന് അദ്ദേഹം പകരം വീട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലേക്ക് ഏതായാലും സാർ, ആ ബില്ല് പാസ്സാകാതെ പോയപ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആദ്യമായി മോദി സർക്കാർ ഇതാ ഒരു ബില്ലിൻ്റെ മുന്നിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോലും കഴിയാതെ പരാജയപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് കൊട്ടിഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഈ പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് പോലെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ആ മുന്നണിയെ തന്നെ പൊട്ടിച്ചിതറുന്ന രീതിയിലുള്ള ഗെയിമാണ് നടത്തിയിരിക്കുന്നത് അല്ലേ. അയ്യപ്പദാസെ, നമ്മൾ ഈ സിംഹം പതുങ്ങുന്നത് അല്ലെങ്കിൽ പുലി പതുങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും പറയും. അത് പതുങ്ങുന്നത് ഒരു സ്റ്റെപ്പ് അത് പുറമോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് പുറമോട്ട് പോവാണെന്ന്. പക്ഷെ അതല്ല, അവൻ 2-3 സ്റ്റെപ്പ് കുതിച്ച് ചാടുന്നതിന് വേണ്ടിയിട്ടാണ് ആ പതുങ്ങല്. ആ പതുങ്ങലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ അമിത്ഷാ ഒന്ന് പിന്മാറി, അല്ലെ നരേന്ദ്രമോദി BJP ഒന്ന് പിന്മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം അവരങ്ങനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നില്ല. അവരൊരു കാര്യം ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അവർ ചെയ്യും, സാധിച്ചിരിക്കും. അതാണ് അവരുടെ ഒരു പശ്ചാത്തലം. അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, അവര് പാരമ്പര്യവും അത് തന്നെയാണ്. അപ്പോൾ ചെയ്തിരിക്കുമെന്ന് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ഇന്ത്യ മുന്നണിയിൽ ആരുണ്ട്? ഇന്ത്യ മുന്നണി യോഗം പോലും ചേരാൻ വയ്യാത്ത രീതിയിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരിക്കലും നമ്മൾ ഈ രാഷ്ട്രീയം പഠിക്കുന്നവർ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഇപ്പൊ ബംഗാളിൽ ഇത്തരത്തിലായി പോകുന്ന ആരും കരുതിയതല്ല. അതുപോലെ തമിഴ്നാട്ടിൽ ഇങ്ങനെ DMK മുന്നണി പിണങ്ങി. അതായത് സാർ, ഇതിൽ നമുക്കൊരു നിരീക്ഷണം, സാറിന് തോന്നുന്ന ഒരു നിരീക്ഷണം എൻ്റെ സംശയമാണ് സാർ. അതായത് പ്രാദേശിക പാർട്ടികളെ, അതായത് ഈ ഏകശില രൂപങ്ങൾ, അതായത് ഒറ്റ വിഗ്രഹം ഒരാളേ ഉള്ളൂ, അയാളുടെ കൂടെയുള്ള കുറേ എണ്ണം, അപ്പോൾ അതിനെയെല്ലാം തകർത്ത്
അടിച്ചിരിക്കുന്നു എന്നല്ലേ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതല്ലേ ഇവരുടെ തന്ത്രമായിരുന്നു. ഈ ഏകശിലാ വിഗ്രഹങ്ങളൊക്കെ തീർന്നു. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവർക്കൊരു ഭീഷണിയല്ല. ഇനി അഥവാ അങ്ങനെ ഭീഷണിയായാൽ തന്നെ കോൺഗ്രസ് നിലനിന്നോട്ടെ. ഒരു പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ്, അതൊരു ദേശീയ പാർട്ടിയാണല്ലോ, പാരമ്പര്യമുള്ള പാർട്ടിയാണ്, അത് നിലനിന്നോട്ടെ. പക്ഷെ റീജിയണൽ പാർട്ടികൾ, പ്രാദേശിക കക്ഷികൾ ഓരോ സ്ഥലത്തും വളർന്നു വരുന്നത് അപകടമാണ്. കാരണം അവർ പ്രാദേശിക വാദത്തിലൂന്നിയായിരുന്നു അവരുടെ വളർച്ച എന്ന് പറയുന്നത്. ഇപ്പൊ DMK എന്താണ്, തമിഴ് രാഷ്ട്രീയം, തമിഴ് സ്വത്വം പറഞ്ഞിട്ടായിരുന്നല്ലോ അല്ലേ, തമിഴ് മക്കൾ എന്നുള്ളൊരു ഇതിലെയാണ് അവർ, സെന്റിമെന്റ്സിനെയാണ് അവർ മുതലെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് എത്ര വർഷമായിട്ട് കോൺഗ്രസിനോട് നിന്നതാണ്, കോൺഗ്രസ് അവർ ഒന്നിച്ചു നിന്നല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ എന്താണ് പറഞ്ഞത്? സ്റ്റാലിൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാനേ കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കാൻ കൊള്ളരുതാത്ത നേതാവ് രാഹുൽ ഗാന്ധി. രാഷ്ട്രീയം അറിയാത്ത ഒരാള്, രാഷ്ട്രീയം എന്തെന്നറിയാത്തൊരു പ്രതിപക്ഷ നേതാവെന്നേ നമുക്ക് പറയാൻ കഴിയും. ഒരു സാർ തന്നെ വായിച്ചല്ലേ, രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഈ അടുത്തിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയൊരു ലേഖനത്തില് എന്താണ് രാഷ്ട്രീയമെന്ന് അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ്, ഏതൊരു വെക്കേഷൻ ടൈം ആഘോഷിക്കുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി ഇടപെടുന്നത് എന്നാണ് രാമചന്ദ്ര ഗുഹ എന്ന, സാറ് വായിച്ചു കാണും, അത് സാറ് കണ്ടിട്ടുണ്ടാവും. ഏതായാലും സാർ നമുക്ക് അതെ സാർ, ഏതായാലും സമയക്കുറവ് മൂലം ഇടപെടുകയാണ് സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. നമുക്ക് ഏതായാലും സാറ് പറഞ്ഞതുപോലെ FCRA ബില്ല്, മണ്ഡല പുനർനിർണയം, സ്ത്രീകളുടെ സംവരണം, പിന്നെ ഏകീകൃത സിവിൽ കോഡ്, രാജ്യം ഉറ്റുനോക്കുന്ന വളരെ പ്രാധാന്യമുള്ള ബില്ലുകൾ, അത് പാസ്സാക്കിയെടുക്കുന്നതിന് അതിനുള്ള ഒരു പുറപ്പാടിൽ തന്നെ ആയിരിക്കാം അല്ലെ BJP സർക്കാർ. നമുക്ക് കാത്തിരിക്കാം. നന്ദി. താങ്ക് യു സാർ.